ഹലോ! എല്ലാവരും എന്ത് പറയുന്നു? സുഖായിരിക്കാന്ന് വിശ്വസിക്കുന്നു. ഇത് മിയയാണ്. നിങ്ങൾ കാണുന്നത് മിയ മലയാളി മമ്മി ഇൻ കാനഡ എന്ന യൂട്യൂബ് ചാനലാണ്. ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഒരു ലേസി ഡേ ഞാൻ എങ്ങനെ പുഷ് ത്രൂ ചെയ്ത് ഒരു സംവാട്ട് പ്രൊഡക്റ്റീവ് ആക്കിയ വീഡിയോ ആണെന്ന് വേണമെങ്കിൽ പറയാം ട്ടോ. സത്യം പറഞ്ഞാൽ ഇതിൻ്റെ തലേദിവസം നമ്മുടെ പാറുക്കുട്ടിയും ശരത്തും സുമയൊക്കെ പോയി. അവർ സേഫായിട്ട് വീട്ടിലെത്തി സുഖായിരിക്കുന്നു. നമ്മൾ കുറച്ച് ഡ്രൈവൊക്കെ ചെയ്ത് കുറേ സാധനങ്ങളൊക്കെ മേടിച്ച് വീട്ടിലെത്തി നല്ലോണം വൈകിട്ടൊക്കെ കിടന്നു. പിന്നെ ഇന്ന് സൺഡേ ആണ്. ഞാൻ ഒരു മീൽ പ്രെപ്പ് ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. സാധനങ്ങൾ നമ്മൾ മേടിച്ചിട്ടുണ്ടായിരുന്നില്ല. എല്ലാം ഇങ്ങനെ നമ്മൾ മട്ടിലിട്ടിരിക്കുകയായിരുന്നു. പക്ഷെ പിന്നെ എന്തായാലും മൺഡേ തൊട്ട് ജോലി സ്റ്റാർട്ട് ചെയ്യും. എല്ലാം പഴയ പോലെ ആവും, തിരക്കാവും എന്നൊക്കെ അറിയാവുന്നതുകൊണ്ട് ഞാൻ സത്യം പറഞ്ഞാൽ ഇന്ന് വീഡിയോ ഷൂട്ട് ചെയ്യണ്ട, ഇന്ന് ഇടണ്ടാന്ന് വരെ വിചാരിച്ചതാണ് കേട്ടോ. എന്നാലും ഞാൻ വിചാരിച്ചു നമുക്ക് അങ്ങനെ അങ്ങ് വിട്ടുകൊടുക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ രാവിലെ പുട്ടുണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിനിടയ്ക്ക് അയച്ചു വേണ്ടിയിട്ട്. അപ്പോൾ അവനിപ്പം ഞാൻ പാലിനകത്ത് മൈലോ എന്ന് പറഞ്ഞിട്ട് നെസ്ലയുടെ ഒരു ബൂസ്റ്റ് പോലത്തെ ഒരു പൗഡർ ഇട്ടാണ് കൊടുക്കുക. എന്നിട്ട് അവനിങ്ങനെ ഒരു ബീക്കർ പോലെ ഇങ്ങനെ ആകുമ്പോൾ പെട്ടെന്ന് അവന് കുടിച്ചോളും. അങ്ങനെ താഴെ നിന്നും കളയാണ്ട് കയ്യിൽ കൊടുത്തിട്ട് എനിക്കിങ്ങോട്ട് പോരാം. അപ്പോൾ അതിൽ അവൻ്റെ പാല് ശരിയാക്കാം. സാധാരണ അവൻ നെസ്കിക്കാണ്. ഇപ്പാണ് ഈ മൈലോ തുടങ്ങിയത്. പുട്ടിങ്ങനെ ശരിയായി വരുന്നുണ്ട്. ഞാൻ കുറച്ച് ചെറുപയർ വേവിച്ചത് ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് കുറച്ച് വെള്ളവും തേങ്ങയൊക്കെ അരച്ചിട്ട് ഇത്തിരി ചാറാക്കി എടുത്തു. നല്ലതുപോലെ അടിച്ചിട്ട് നമ്മൾ അടിച്ച് പതപ്പിച്ച് ചായ ഉണ്ടാക്കാന്ന് പറയില്ലേ, അങ്ങനെ 2 ചായ ഉണ്ടാക്കി. എന്നും ചെയ്യേണ്ട കാര്യങ്ങളും ചെയ്യുന്ന കാര്യങ്ങളുമാണ്. പക്ഷെ ഇന്നെനിക്ക് എല്ലാത്തിനും ഇങ്ങനെ ഭയങ്കര കനാണ് കേട്ടോ. ഒന്നും ചെയ്യാനായിട്ടൊരു ഇൻട്രിൻസിക് മോട്ടിവേഷൻ ഇല്ലാന്ന് പറയില്ലേ, ആ അവസ്ഥയാണ്. പക്ഷേ അങ്ങനെ വരുമ്പം ഞാൻ സമ്മതിക്കില്ല ട്ടോ. ഇങ്ങനെ എന്നെ തന്നെ അങ്ങോട്ട് പുഷ് ചെയ്യും. അങ്ങനത്തെ ഒരു നേച്ചറാണ് എൻ്റേത്. അയച്ചുവിന് മാത്രം അവൻ പുട്ട് കഴിച്ചിട്ടേ ഇല്ല ഇപ്പോൾ വരെ. അവൻ കഴിക്കില്ല. വായിലങ്ങനെ വെച്ച് കൊടുത്താലും അപ്പം തന്നെ അങ്ങോട്ട് തുപ്പിക്കളയും. അതുകൊണ്ട് അവന് മാത്രം ഞാൻ ഇത്തിരി നമ്മുടെ എഗ് ദോശയില്ലേ, അതുണ്ടാക്കാമെന്ന് വെച്ചു. അപ്പോൾ മാവ് മിക്കവാറും നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ടാവും. ഇന്നലത്തെ ഇഡ്ഡലിയുടെ മാവ് ഇത്തിരി മിച്ചമുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഒരു ദോശ തന്നെ അതിൽ തന്നെ മുഴുവൻ മുട്ട ചേർത്തിട്ടാണ് കേട്ടോ. ചിലപ്പോൾ ഈ ഒരു മുട്ട കൊണ്ട് 2 ദോശയൊക്കെ ഉണ്ടാക്കാം. പക്ഷെ ഞാനവനത് ഒരു ദോശ എന്തായാലും കഴിക്കുള്ളൂ. അപ്പോൾ എത്തിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഒരു പകുതി വേവാകുമ്പം ദോശയുടെ മുകളിൽ മുട്ട അങ്ങോട്ട് അടിച്ചതൊഴിക്കും. ഒന്ന് മറിച്ചിട്ട് തിരിച്ചിട്ടെടുക്കും. അതോടുകൂടി അവൻ്റെ ബ്രേക്ക്ഫാസ്റ്റും ശരിയായി. ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ട് എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുന്ന സമയത്ത് ഞാൻ വിചാരിച്ചു കുറച്ച് ഗ്രീൻ പീസ് വെള്ളത്തിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഞാൻ ആ ഇൻസ്റ്റപ്പോട്ടിൽ കുക്ക് ചെയ്യാമെന്ന് വെച്ചു. അപ്പോൾ ഇന്ന് ഗ്രീൻ പീസ് കറി വെക്കാനൊന്നും അല്ല കേട്ടോ. ഇത് ഞാൻ ഇന്നലെ വൈകിട്ട് വെള്ളത്തിലിട്ടിരുന്നതാണ്. ഇത് ഞാൻ വേവിച്ചിട്ട് അതെടുത്ത് വെന്തതെടുത്ത് ഫ്രിഡ്ജിൽ വെക്കും. തിങ്കളാഴ്ച വൈകുന്നേരം എനിക്ക് കറി വയ്ക്കാൻ. അപ്പോൾ തിങ്കളാഴ്ച വൈകുന്നേരം ആ ഒരു വേവിക്കാനും അതിനുള്ള സമയത്തിനൊന്നും വെയിറ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം നമ്മുടെ മീൽ പ്ലാനിൻ്റെ പാർട്ടായിട്ടാണ് കേട്ടോ ഇത് ചെയ്യുക. അപ്പം ഞാൻ ശരിക്കും ഇപ്പോഴത്തെ ഇന്ന് മീൽ പ്ലാൻ ഇതിന് ശേഷം എഴുതുന്നതേ ഉള്ളൂ. പക്ഷേ എനിക്ക് മനസ്സിലൊരു പ്ലാൻ ഉണ്ടായിരുന്നു ഗ്രീൻ പീസ് വയ്ക്കാമെന്നത്. ഗ്രീൻ പീസ് റെഡി ആയിട്ടുണ്ട്. ഇത് നമ്മൾ കഴിഞ്ഞൊരു ദിവസം അരിഞ്ഞു വെച്ച ബീൻസാണ്. സുമ അരിഞ്ഞു വെച്ചിരുന്ന ബീൻസാണ് കേട്ടോ. അപ്പോൾ അത് കണ്ടോ, ബീൻസ് അരിഞ്ഞു വെക്കുമ്പോൾ ഞാൻ ഇങ്ങനെ ഒരു ടിഷ്യൂ പേപ്പർ അതിനകത്തിടും. അപ്പോൾ ആ ടിഷ്യൂ പേപ്പറിനകത്ത് എന്തെങ്കിലും മോയ്സ്ചർ ഉണ്ട്, ആ ടിഷ്യൂ പേപ്പറിനകത്തോട്ട് അങ്ങ് പിടിച്ചിരുന്നോളും. ഇതെനിക്കൊന്നൊരു 4 ദിവസം മുമ്പ് അരിഞ്ഞു വെച്ച ബീൻസാണ്. പക്ഷെ ഞങ്ങൾക്ക് വെക്കാൻ വേറെ നമ്മൾ പുറത്തുനിന്ന് ഫുഡൊക്കെ മേടിച്ച് അങ്ങനെ വെക്കാനുള്ള നേരമൊന്നും കിട്ടിയില്ല കേട്ടോ. അപ്പോൾ ബീൻസൊക്കെ നിങ്ങളുടെ മീൽ പ്ലാനിലുള്ളതാണെങ്കിൽ സമയം കിട്ടുന്ന പോലെ അരിഞ്ഞ് അത് ഏത് പാത്രത്തിലാണ് വെക്കുന്നതെങ്കിലും ഒരു ടിഷ്യൂ പേപ്പർ അതിൻ്റെ അകത്ത്, നമ്മുടെ കിച്ചൺ ടവൽ ഉണ്ടല്ലോ ടിഷ്യൂ പേപ്പർ, അത് ഇട്ട് വെക്കുകയാണെങ്കിൽ നല്ല ഇഫക്റ്റീവ് ആയിരിക്കും. അപ്പം ഞാനിനി അടുത്ത എൻ്റെ പരിപാടി എന്ന് പറഞ്ഞാൽ ഒരു അടുത്ത നെക്സ്റ്റ് വീക്കിലുള്ള മീൽ പ്ലാനൊക്കെ ഒന്ന് എഴുതി റെഡിയാക്കി വെക്കണം. അതിന് മുമ്പ് ഞാൻ വിചാരിച്ചു ഒന്ന് അടുക്കള ഒന്ന് ക്ലിയർ ആക്കി എടുക്കാം. ഡിഷ് വാഷർ എംപ്റ്റി ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പം മനുക്കുട്ടൻ ഓഫർ ചെയ്തു. അവൻ അത് റെഡിയാക്കുന്ന സമയത്ത് ഞാൻ ബാക്കി പാത്രമൊക്കെ കഴിയും.
ഇനിയിപ്പോൾ ഉടനെ തന്നെ ആ ബീൻസ് ഞാനൊന്ന് തോരൻ വെച്ച് വെക്കാമെന്ന് വിചാരിച്ചു. എന്നിട്ട് വേണം എനിക്ക് ബാക്കി ഇന്നത്തെ പരിപാടികളൊക്കെ കടക്കാനായിട്ട്. ചോറ് ഓൾറെഡി ഇരിക്കുന്നുണ്ട് കേട്ടോ. കുറച്ച് ഏറെ ചോറ് ഫ്രിഡ്ജിലുണ്ട്. പിന്നെ കുറച്ച് പുറത്തുനിന്ന് മേടിച്ച ഫുഡ് ഇരിക്കുന്നുണ്ട്. അതുകൊണ്ട് അധികം ആഘോഷമൊന്നുമില്ല. ഞാൻ ഈ കടുക് പൊട്ടാൻ വേണ്ടി എണ്ണ ചൂടാക്കിയ സമയത്തിനകത്ത് ഒരു മിക്സിയുടെ ജാറിൽ ചെറിയ ജീരകം, തേങ്ങ, ഉള്ളി, വെളുത്തുള്ളി, പച്ചമുളക് ഇതെല്ലാം കൂടെ ഒന്ന് ക്രഷ് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. എന്നിട്ട് കടുക് നല്ലോണം പൊട്ടിക്കഴിഞ്ഞപ്പോൾ അതിനകത്തോട്ട് നമ്മുടെ ഈ അരിഞ്ഞു വെച്ചിരുന്ന ബീൻസ് ഇട്ടു. ബീൻസ് ഇട്ട് അതിന് നടുക്കോട്ട് ഈ ഒരു അരപ്പും കൂടി ഇട്ടിട്ട് ലേശം വെള്ളം കൂടെ ഒഴിച്ച് മൂടി വയ്ക്കും. എന്നിട്ട് ആ വെള്ളവും അരപ്പിലും എല്ലാം കിടന്നിട്ട് ഈ ബീൻസ് വെന്ത് കഴിയുമ്പോഴത്തേക്കിനെയാണ് ഞാൻ പിന്നെ തുറന്ന് വെച്ച് ഉലർത്തിയ പോലെ ആക്കി എടുക്കണത്. എനിക്ക് എൻ്റെ മമ്മിയൊക്കെ നേരെ തിരിച്ച് ചെയ്യുന്നത് ഞാൻ കണ്ടേക്കുന്നത്. ആദ്യം ബീൻസും അരപ്പും എല്ലാം കൂടെ വേവിച്ചിട്ട് പിന്നെ കടുക് പൊട്ടിക്കുക ചെയ്യുക. പക്ഷെ അങ്ങനെ 2 തവണ ചെയ്യാനുള്ള ഒരു മടി കൊണ്ടാണ് ഞാൻ ഈ 1 പോട്ട് മെത്തേഡ് 1 ടൈം ഇതെല്ലാം കൂടെ ആക്കിയെടുക്കണം കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഒരു 10-20 മിനിറ്റോളം എടുത്തു. നല്ല ഈ ബീൻസിന് കുറച്ച് വേവ് കൂടുതലാണ് കേട്ടോ ഇവിടെ കിട്ടണ ഈ ബീൻസിന്. അത് കഴിഞ്ഞപ്പോഴത്തേക്കിന് ഇതാ റെഡിയായി വന്ന ലുക്കാണിത്. നല്ലോണം ഉലർന്ന് റെഡിയായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ കുറച്ച് നേരം വെറുതെ ഇരിക്കുക തന്നെയാണ് ഇന്നത്തെ പരിപാടി. ഞാൻ പറഞ്ഞല്ലോ നല്ല ഒരു അലസത പിടിച്ച ദിവസമായിരുന്നു. അപ്പം അയച്ചുൻ്റെ കൂട്ടത്തിൽ നിന്ന് കുറച്ച് കാർട്ടൂൺ കാണുകയാണ്. അവൻ്റെ കുറേ 5 ലിറ്റിൽ മങ്കീസും ബേബി ഫിംഗർ അങ്ങനത്തെ കുറച്ച് പിള്ളേരുടെ സോങ് ഒക്കെ ഉണ്ടല്ലോ, അതെല്ലാം കണ്ടു. അങ്ങനെ ഇരുന്നപ്പോഴാണ് ഞാനും നിങ്ങൾക്കൊരു ടിപ്പ് കാണിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. സാധാരണ നമ്മൾ ടേക്ക് അവേ ഒക്കെ ഫുഡ് കിട്ടണ ഇങ്ങനത്തെ പാത്രങ്ങളുണ്ടല്ലോ, മിക്കവാറും നമുക്ക് കളയാണ് എല്ലാവരും ചെയ്യുക. ഞാൻ ചിലപ്പോൾ കളയും, ചിലപ്പോൾ ഇത് ഈ ഉള്ളി തൊലി പൊളിച്ചതും വെളുത്തുള്ളി തൊലി പൊളിച്ചതും ഒക്കെ ഇട്ട് വെക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനത്തെ പാത്രം വെക്കാറുണ്ട് കേട്ടോ. ഇപ്പം നമ്മുടെ കയ്യിലുള്ള സോസൊക്കെ ഒഴിച്ചിട്ട് എങ്ങനെ ഞാനിത് ഈ ടിപ്പ് കാണിക്കാൻ വേണ്ടി ഈ പാത്രം എടുത്ത് നിങ്ങളെ കാണിക്കുന്നുള്ളൂ. സാധാരണ ഈ കളർ വന്നാൽ എത്ര സോപ്പ് ഇട്ടാലും പോവില്ലല്ലോ. അതിന് പകരം ഇത്തിരി സോപ്പ് വെള്ളവും ഒരു ടിഷ്യൂ പേപ്പറോട് അതിനകത്തിട്ടിട്ട് ഒരു 5 മിനിറ്റ് വയ്ക്കുക. എന്നിട്ട് 5 മിനിറ്റ് കഴിയുമ്പം ആ യെല്ലോ സ്റ്റെയിൻ പോകാനാണ്. 5 മിനിറ്റ് കഴിയുമ്പോൾ നല്ലോണം ഒന്ന് ജസ്റ്റ് ഒന്നിങ്ങനെ കുലുക്കിയിട്ട് ആ ടിഷ്യൂ പേപ്പർ എടുത്ത് ഒന്ന് വൈപ്പ് ചെയ്തിങ്ങനെ എടുക്കുകയാണെന്ന് വെച്ചാണ്ടല്ലോ എല്ലാ സ്റ്റെയിനും പോകും. അത് നമുക്ക് ഇങ്ങനെ ടേക്ക് അവേ പാത്രങ്ങളിൽ മാത്രമല്ല, നമ്മുടെ എന്തെങ്കിലുമൊക്കെ പ്ലാസ്റ്റിക് പാത്രങ്ങളിൽ അല്ലെങ്കിൽ ഗ്ലാസ് പാത്രങ്ങളിലൊക്കെ നമ്മൾ ഈ ടൊമാറ്റോ സോസിൻ്റെയോ എന്തിൻ്റെയൊക്കെ സ്റ്റെയിൻ ഈ എണ്ണയെല്ലാം കൂടെ പിടിച്ചിങ്ങനെ സ്റ്റെയിൻ ആയിട്ടിരിക്കുന്നുണ്ടെങ്കിൽ ആ പാത്രം കാണാനൊരു ചന്തം ഉണ്ടാവില്ലല്ലോ. അതിന് നല്ല തിളങ്ങി കണ്ണാടി പോലെ തിളങ്ങി വരാനായിട്ട് ഈ ടിഷ്യൂലോട്ട് ആ സ്റ്റെയിനെല്ലാം ഫുഡ് കളറോ അല്ലെങ്കിൽ എന്തെങ്കിലും മഞ്ഞളിൻ്റെ സ്റ്റെയിനോ മുളകിൻ്റെ സ്റ്റെയിനോ എല്ലാം ഈ ടിഷ്യൂ പേപ്പറിലോട്ട് ഇങ്ങ് പിടിച്ചു പോരും കേട്ടോ. സാധാരണ സോപ്പിട്ട് കഴുകിയിലും ഇത്രയും വെളുക്കില്ല, പക്ഷേ ഈ ടിഷ്യൂ പേപ്പർ വിദ്യ ഒന്ന് പരീക്ഷിച്ച് നോക്കാം. അപ്പം ഞാൻ ഇത് കണ്ടപ്പോൾ നിങ്ങളുടെ അടുത്തൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചതാണ്. അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ വേറെ പരിപാടിയൊന്നുമില്ല. അപ്പോൾ എന്നാൽ പെട്ടെന്ന് തന്നെ നമ്മുടെ മീൽ പ്ലാൻ പരിപാടിയിലോട്ട് പോകാമെന്ന് വെച്ചു. നമ്മുടെ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്നവർക്കറിയാം ഞാനൊരു വർക്കിംഗ് മമാണ്. ശരി, മൺഡേ തൊട്ട് ഫ്രൈഡേ വരെ എല്ലാ ദിവസവും ബിസി ആയിട്ട് വർക്ക് ചെയ്യുന്ന ആളാണ്. അപ്പോൾ എനിക്ക് മീൽ പ്ലാൻ എന്ന് പറയുന്നത് 2 ബെനിഫിറ്റ്സ് ആണ് കേട്ടോ. ഒന്ന്, എൻ്റെ ലൈഫ് ഓർഗനൈസ്ഡ് ആയിരിക്കും. എല്ലാവരും ചോദിക്കുന്ന ക്വസ്റ്റ്യനാണ് എങ്ങനെയാണ് ലൈഫ് ഓർഗനൈസ്ഡ് ആക്കുക എന്ന് പറഞ്ഞാൽ. മീൽ പ്ലാനിങ് ഈസ് 1 തിങ്. പിന്നെ ഫുഡ് വേസ്റ്റ് നല്ല പോലെ 0 ഫുഡ് വേസ്റ്റ് ആയിരിക്കും നമ്മൾ മീൽ പ്ലാൻ ചെയ്താൽ. അപ്പോൾ ആ മീൽ പ്ലാൻ അനുസരിച്ചുള്ള ലിസ്റ്റ് ഞാൻ റെഡിയാക്കിയിട്ടുണ്ട്. അത് മാത്രമല്ല, മീൽ പ്ലാൻ ഈ ആഴ്ച തൊട്ട് ഞാൻ വിചാരിച്ചു മീൽ പ്ലാന് എല്ലാവർക്കും കാണുന്ന പോലെ അവിടെ ഒന്ന് സ്റ്റിക്ക് ചെയ്ത് വെക്കാമെന്ന്. കാരണം വെച്ചാൽ പിള്ളേരൊക്കെ നമ്മുടെ വളർന്ന് വരുമ്പോൾ ഇങ്ങനെയൊക്കെ ആണ് നമ്മൾ ചെയ്യുന്നതെന്ന് അവർക്കൊന്ന് അറിയാൻ വേണ്ടിയിട്ട് നല്ലതെന്ന് എനിക്ക് തോന്നി കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞാൻ വിചാരിച്ചു ഞാനിന്ന് കടയിൽ പോകാമെന്ന് പറഞ്ഞ് റെഡിയായി. നേരെ ഇട്ട ഡ്രസ്സിൻ്റെ മേളിലോട്ട് ഒരു ജാക്കറ്റും ഒരു കൈനീളമുള്ള ഒരു ഇതും കൂടി ഇട്ട്. ചെറിയ തണുപ്പുണ്ട്, 10-14 ഡിഗ്രി ഉണ്ട് ടെമ്പറേച്ചർ. കടയിൽ പോയി തിരിച്ചു വന്നു. അപ്പം ഞാൻ കടയിൽ പോകാമെന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു ഉദ്ദേശം, എനിക്ക് ഭയങ്കര ഡള്ളായിട്ട് തോന്നുന്ന ദിവസങ്ങളിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ സ്പ്ലർജ് ചെയ്യാന്ന് പറഞ്ഞാൽ. കുറച്ച് സാധനങ്ങൾ മേടിക്കുക, കാശ് കൊടുക്കുക, കുറേ സാധനങ്ങളൊക്കെ കാണുക, അതൊക്കെ എനിക്ക് ഭയങ്കര സന്തോഷം തരുന്ന കാര്യമാണ്. അപ്പം ഇന്ന് ഞാൻ പോകാമെന്ന് വിചാരിച്ചു. നമ്മളെല്ലാവരും കൂടെ പോകാറില്ല. ഇപ്പോൾ ഈ ഒരു കോവിഡ് സിറ്റുവേഷന് ശേഷം എല്ലാവരും കൂടെ കടയിൽ പോകണമെന്നില്ല. ഒന്ന് ഞാൻ പോവും അല്ലെങ്കിൽ ഇച്ചായും പോവും. അപ്പം ഇനി കടയിൽ പോയിട്ട് വന്നു കഴിഞ്ഞാൽ അറിയാമല്ലോ, നമുക്ക് പിന്നെ ഈ ഫ്രൂട്ട്സും അതും ഇതെല്ലാം ഒന്ന് കഴുകി വെക്കണം, തുടച്ച് വെക്കണം, അങ്ങനത്തെ പണിയൊക്കെ ഉള്ളതുകൊണ്ട് ഞാനിങ്ങനെ ഭയങ്കര എക്സെൻട്രിക് ഒന്നും അല്ല കേട്ടോ. കുറച്ച് അത്യാവശ്യമുള്ള സാധനങ്ങൾ ഒരു കോൺഷ്യസ് ആയിട്ട് തോന്നുന്നതൊക്കെ അങ്ങ് കഴുകിയും തുടച്ചൊക്കെ വെക്കും. എന്തായാലും ഫ്രൂട്ട്സ് കഴുകി വെച്ചിട്ടുണ്ടെങ്കിൽ ഇവന്മാരിങ്ങനെ പെറുക്കി തിന്നുള്ളതുകൊണ്ട് ഞാൻ അതൊക്കെ ഒന്ന് കഴുകാമെന്ന് വെച്ചു. അപ്പോൾ ഞാൻ ഈ ഇടയ്ക്ക് ഡോളറാമയാണോ അതോ ഡോളർ ട്രീ ആണോ എന്നറിയില്ല, ഒരു $1 കട എന്ന് പറഞ്ഞ പോലത്തെ ഒരു കടയാണ്. അവിടെ നിന്ന് മേടിച്ചാണ് കേട്ടോ ഒരു
ഫ്രൂട്ട് കഴുകണ ഒരു സാധനം. ഞാനിപ്പോൾ അത് കാണിച്ചു തരാം എങ്ങനെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിനപ്പുറത്തിരിക്കുന്ന നമ്മുടെ ഫ്ലവർ കണ്ടോ, ഇപ്പോഴും നല്ല ഫ്രഷ് ആയിട്ടിരിക്കുന്നുണ്ട്. 2 പ്രാവശ്യം വെള്ളം മാറല്ല, വെള്ളം റീഫില്ല് ചെയ്യേണ്ടി വന്നു. കൂടുതൽ പൂ അതിനകത്ത് നിന്ന് മുട്ടൊക്കെ വിടർന്ന് കൂടുതൽ പൂ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ട് വരുന്നുണ്ട്. കുറച്ച് ബനാനയൊക്കെ നല്ല പോലെ പഴുത്തുണ്ടായിരുന്നു. നിങ്ങൾക്കറിയാമായിരിക്കും, എല്ലാവർക്കും അറിയാവുന്ന കാര്യമായിരിക്കും, ആപ്പിളിൻ്റെ കൂട്ടത്തിൽ ബനാന വെച്ചാൽ പെട്ടെന്ന് പഴുക്കും. അപ്പം നമ്മൾ ചെറിയ പച്ചപ്പുള്ള ബനാന ആണെങ്കിൽ ആപ്പിളിൻ്റെ കൂട്ടത്തിൽ വെക്കുക. ഇനി പഴുക്കണ്ട എന്നുള്ളതാണെങ്കിൽ ആപ്പിളിൻ്റെ കൂട്ടത്തിൽ വെക്കരുത്, മാറ്റി വെക്കണം ബനാന. അപ്പം ഇത് ഞാനിപ്പോൾ ആപ്പിളിനും പഴത്തിനും വേറെ ലെയർ തട്ടിലാണ് ഇപ്രാവശ്യം വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇതാണ് കേട്ടോ എൻ്റെ ഫ്രൂട്ട് കഴുകണ ബാസ്ക്കറ്റ്. ഇത് പുതിയതാണ്. നമുക്കിതിങ്ങനെ ഫോൾഡ് ചെയ്തിട്ട്, ഇപ്പോൾ എനിക്കൊന്ന് ആമസോണിൽ എല്ലാ സ്ഥലത്തും കിട്ടുമെന്ന് തോന്നുന്നു. ഞാൻ കുറേ ആയിട്ട് മേടിക്കണമെന്ന് വിചാരിച്ച് മടി പിടിച്ചിരുന്നു, പക്ഷേ കണ്ടപ്പോൾ അങ്ങ് മേടിച്ചു. ഇതിങ്ങനെ ഭയങ്കര കോമ്പാക്റ്റ് ആക്കിയിട്ട് നമുക്ക് മടക്കി വയ്ക്കാം കേട്ടോ. അപ്പോൾ അതെല്ലാം കൊണ്ട് മടക്കി വെച്ച് കഴിഞ്ഞു. അപ്പം നമ്മൾ ഇന്ത്യൻ സ്റ്റോറിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറേ സാധനം മേടിച്ചു. അപ്പോൾ നമ്മളോട് കുറേ പേര് ചോദിക്കാറുണ്ട് ഇന്ത്യൻ സ്റ്റോറിൽ പോയാൽ എന്തൊക്കെയാണ് മേടിക്കുന്നതെന്ന്. അപ്പോൾ എനിക്ക് അതിനൊരു ലിസ്റ്റ് ഉണ്ട്, ഇന്ത്യൻ സ്റ്റോറിൽ പോയാൽ മേടിക്കുന്ന സാധനങ്ങൾ. അതെന്തായാലും മേടിച്ചിട്ട് വരും. ഒന്ന് നമ്മുടെ ബ്രാഹ്മിൻസിൻ്റെ ആണ് മിക്കവാറും നമ്മൾ മേടിക്കുന്ന പ്രോഡക്ട്സ്. അതിൻ്റെ പുട്ടുപൊടി, അതിൻ്റെ സാമ്പാർ പൊടി, രസം പൊടി, അതൊക്കെ ഓരോ പാക്കറ്റ് മേടിക്കും. വേർമിസെല്ലി, നമ്മുടെ സേമിയ കൊണ്ടൊരു പായസം ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ കുറച്ച് ചവ്വരി മേടിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ കാശ്മീരി മുളക് പൊടി ഇല്ലാണ്ട് നമ്മൾ ഇന്ത്യൻ സ്റ്റോറിൽ നിന്ന് ഇറങ്ങത്തേ ഇല്ല, മലയാളി സ്റ്റോറിൽ നിന്ന് ഇറങ്ങില്ല. നിങ്ങളാരെങ്കിലും ബ്രാഹ്മിൻസിൻ്റെ ഈ പുട്ടുപൊടി യൂസ് ചെയ്യുന്നുണ്ടാവും? എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ, അത് നല്ല സോഫ്റ്റുമാണ്. പിന്നെ ചെമ്പ പുട്ടുപൊടി ഒരു അലങ്കാരത്തിന് മേടിച്ചാണ്. ഞാൻ ജീവിതത്തിൽ ഇന്ന് വരെ ഉണ്ടാക്കിയിട്ടാത്ത സാധനമാണ് പത്തിരി. അപ്പോൾ പത്തിരിപ്പൊടി കണ്ടപ്പം എനിക്കിങ്ങനെ എല്ലാവരും ഉണ്ടാക്കണോ കഴിക്കണോ കാണുമ്പോൾ എനിക്കൊരു പൂതി. അപ്പം ഞാൻ മേടിച്ചിട്ടുണ്ട്. ഇത് നല്ലതാണോന്നും അറിയില്ല. പിന്നെ ഇഡ്ഡലി ഉണ്ടാക്കാനുള്ള റവ. പിന്നെയെന്ന് പറഞ്ഞാൽ ശർക്കര എന്തായാലും ഇന്ത്യൻ കടയിൽ പോകണമെന്നില്ല, ഇവിടെ കിട്ടും മറ്റു കടകളിലൊക്കെ. എന്നാലും ഞാൻ കുറച്ച് മേടിച്ചു. ശർക്കര വരട്ടി ഭയങ്കര ഇഷ്ടമാണ്, ഉണ്ടാക്കാൻ മടിയാണ് കേട്ടോ. പിന്നെ ഉള്ളത് നമ്മുടെ മുതിരയാണ് കേട്ടോ. മുതിര നമ്മുടെ ഒരു സ്ഥിരം ഐറ്റമാണ്. ഒരാഴ്ചയിൽ ഒരിക്കലെങ്കിലും മുതിര വെക്കാത്തൊരാഴ്ച ഉണ്ടാവില്ല. അപ്പം ഞാൻ മസാലകൾ മേടിക്കുമ്പം പുതിയതായിട്ട് മേടിക്കുന്ന മസാലകൾ ഒരു ഏറ്റവും അടിയിലാണ് വയ്ക്കുക, അല്ല അങ്ങനെ മാറിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് അതിനൊരു സ്പോട്ടുണ്ട്. ആ സ്പോട്ടിൽ അപ്പോൾ ഇന്ന് മേടിച്ച് ഈ മഞ്ഞപ്പൊടിയും ഈ മസാല ഇതെല്ലാം കൂടെ അതിൻ്റെ അടിയിൽ വെച്ചിട്ട് ഇത് 2-3 പാത്രത്തിലാണ് കേട്ടോ എൻ്റെ മസാലയും പുട്ടുപൊടി അങ്ങനത്തെ നമ്മുടെ ട്രഡീഷണൽ മലയാളി സാധനങ്ങളൊക്കെ ഞാൻ വയ്ക്കാം. അതെല്ലാം കഴിഞ്ഞിട്ട് ഇനിയിപ്പം ഞങ്ങൾ ഉച്ചഭക്ഷണത്തിന് പോവാണ്. അപ്പം ഞാൻ പറഞ്ഞല്ലോ, ഇന്നലെ വൈകിട്ട് നമ്മൾ ടേക്ക് അവേ കുറച്ച് ഫുഡ് മേടിച്ചിട്ടുണ്ടായിരുന്നു. ഫിഷ് ബിരിയാണിയാണ്. ഈ ഫിഷൊക്കെ അതിനകത്ത് തപ്പിയെടുക്കണം, എന്നാലും നല്ല അടിപൊളി ബിരിയാണി ആയിരുന്നു. കുറച്ച് ചിക്കൻ കറി മിച്ചമുണ്ട് അതിൻ്റെ. പിന്നെ ഉള്ളത് ചിക്കൻ ബിരിയാണി. അപ്പം ഈ ഫിഷ് ബിരിയാണി ഇവിടെ ആർക്കും ഞാനാണ് ഫിഷ് ബിരിയാണിയുടെ ആൾ. ഇവർ രണ്ടുപേരും ചിക്കൻ ബിരിയാണിയുടെ ആൾ. അയച്ചുവിനും ചോറാണ് കേട്ടോ. അവൻ ബിരിയാണിക്കൊന്നും വലിയ താല്പര്യമില്ല, പക്ഷെ ഞാൻ ചോറൊക്കെ ആക്കി വെച്ചിട്ടുണ്ട്. അപ്പം ഞാൻ ഇന്ന് വീഡിയോ നല്ല ലോങ് ആവുന്നുണ്ട്, ഞാൻ ഇവിടോട്ട് കൂടി ഏകദേശം അവസാനിപ്പിക്കുകയാണ്. അടുത്ത ആഴ്ച മറ്റൊരു വീഡിയോ ആയിട്ട് വരും വരെ ബൈ ബൈ, ടേക്ക് കെയർ.